പ്രിയ സമ്മതിദായകരെ, ചിങ്ങോലി ഗ്രാമനിവാസികൾ, വളരെ സങ്കടകരമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സാക്ഷിക്ക് ഒരു പൗരനെന്നുള്ള നിലയിലോ ഒരു സമ്മതിദായകൻ എന്നുള്ള നിലയിലോ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ജനങ്ങളാൽ, ഡെമോക്രസി ഈസ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി സർക്കാർ സംവിധാനത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ആ താഴെ തട്ടിലേക്ക് ആ സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളും സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗ്രാമപഞ്ചായത്ത്. ഈ ശരിക്കും ഒരു രാജ്യത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. അപ്പൊ ആ ഗ്രാമത്തിൽ ഉള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു ഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ച് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ കേരളത്തിൽ ആകമാനം 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതില് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മോശപ്പെട്ട ഭരണം കാഴ്ചവെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രമപ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ പറയത്തക്ക ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്തിലെ ഒരു അംഗമെന്നുള്ള നിലയിലാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ പഞ്ചായത്ത്. ഈ പത്രക്കട്ടിക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിക്കാം. ഇത് ഈ 5 വർഷ കാലയളവിൽ, ഇപ്പോൾ നിലവിൽ വന്ന 5 വർഷ കാലയളവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ 2 പ്രാവശ്യമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പ്രസിഡന്റിനെ താഴെ ഇറക്കിയ സംഭവം. അതില് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് അതിന്റെ സംഭവ വികാസങ്ങൾ എന്നുള്ളത്. ഈ ഗ്രാമവാസികളായിട്ടുള്ള ആൾക്കാർക്ക്, ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം. ഒന്ന് ഒരു ചരിത്രമാണ്. രണ്ടാമത്തെ തവണ ഈ പ്രസിഡന്റിനെ താഴെ ഇറക്കുന്നത് എല്ലാ പാർട്ടികളുടെയും, CPI, CPM, അതുപോലെ കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഒരു പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ചിറക്കുന്നത് പോലെ ഇറക്കി വിട്ടു. ഭരണസമ്മേളനം ഉണ്ടായി. ആ അധികാര ദുർവിനിയോഗം ചെയ്ത് ജനങ്ങളോട് മോശമായി പെരുമാറുകയും ഒരു പ്രതിബദ്ധതയുള്ള പാർട്ടിയുടെ പേരിൽ ജനപ്രതിനിധിയായതിനു ശേഷം ആ പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുകയും ആ പാർട്ടിയോട് കൂറ് പുലർത്താതെ വരികയും ഒരുപാട് തരത്തിലുള്ള അധാർമികമായ പ്രവർത്തനങ്ങൾ വന്നു എന്നുള്ള ബോധ്യം വന്നതിന് ശേഷമാണ് എല്ലാ പാർട്ടികളും കൂടെ ചേർന്നിട്ട് പ്രസിഡന്റ് സ്ഥാനത്തുള്ള വ്യക്തിയെ നീക്കം ചെയ്യും. അങ്ങനെ 2 തവണ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുണ്ടാകിയിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നടക്കുന്ന ചില അഴിമതികൾ വ്യക്തമായ രീതിയിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കട നിർമ്മിക്കണമെങ്കിലോ പഞ്ചായത്തിൽ അതിനുള്ള പെർമിറ്റ് എടുത്ത് പണി തുടങ്ങിയാൽ അതിന്റെ ടേംസ്, റൂൾസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടിയതിനു ശേഷം വേണം നമുക്ക് ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങളും കിട്ടാനായിട്ട്. എന്നാൽ ഈ പഞ്ചായത്തിലെ 13 വാർഡുകൾ അടങ്ങുന്ന ഈ പഞ്ചായത്തിലെ 1ാമത്തെ വാർഡ് മെമ്പറുടെ ഉൾപ്പെടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെ വാർഡിന്റെ ഒരു ഭാഗം, അതായത് നമ്മുടെ കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോകുന്ന സമയത്ത് പാലം ഇറങ്ങി വരുന്നതിന്റെ സൈഡിൽ ഏകദേശം 4.5 ലിങ്സ് സ്ഥലം ശരിക്കും കയ്യേറി എടുക്കുകയാണ്. അതായത് പുറമ്പോക്ക് സ്ഥലം, സർക്കാരിന്റെ പട്ടികയിൽപ്പെട്ട പുറമ്പോക്ക് സ്ഥലം കയ്യേറി അവിടെ അനധികൃതമായി പെർമിറ്റോ മറ്റ് ലൈസൻസുകളോ ഒന്നും തന്നെ ഇല്ലാതെ കെട്ടിടം പണിത് ആ കെട്ടിടത്തിന് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ കറണ്ട് എടുത്തിരിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ പേരിൽ 4 കണക്ഷൻസ് ആണ്. ഒരു സാധാരണക്കാരൻ്റെ വീട് വെച്ചാൽ, ഒരു കട പണിതാൽ അവന് 90 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ്, നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം, ഒരു നിയമങ്ങളും പാലിക്കാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്
ജനപ്രതിനിധി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി യാതൊരു നിബന്ധനകളും പാലിക്കാതെ ഒരു സ്ഥലം കയ്യേറി ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് ആ സ്ഥലത്ത് ആ കടമുറികൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സംവിധാനം. ഒരേ ഒരു വ്യക്തിയുടെ പേരിൽ 4ഓളം കണക്ഷൻസ് ആണ്. KSEBയുമായി ബന്ധപ്പെട്ട് വിവരാവകാശം കൊടുത്ത് സംഘടിപ്പിച്ചാണ്. ഇത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അടുത്തൊരു വിഷയം, ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ ആ ബിൽഡിംഗ് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യമായി അതിന്റെ ഇരുവശങ്ങളിലും ഇത്ര മീറ്റർ വെച്ചുള്ള സ്ഥലം പെടണമെന്നാണ്. റോഡിൽ നിന്ന് 3.5 മീറ്റർ, റോഡിൽ നിന്ന് 5 മീറ്റർ വിട്ട് വേണം നിർമ്മാണങ്ങൾ നടത്താൻ. എന്നാൽ യാതൊരു നിയമങ്ങളും പാലിക്കാതെ റോഡിന്റെ സ്ഥലം വരെ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന ചില നിർമ്മാണങ്ങൾക്ക് ഈ പഞ്ചായത്ത് അനുമതി കൊടുത്തിരിക്കുന്നതാണ്, പെർമിഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതായത് റോഡിനോട് ചേർന്ന് അനധികൃതമായിരിക്കുന്ന നിർമ്മാണങ്ങൾ നടത്താൻ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കൽ, മറ്റുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ദൂരെ മാറിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് പറയാം. ഇത് പഞ്ചായത്ത് ഓഫീസിന്റെ പഞ്ചായത്ത് പടിക്കൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ, റോഡുമായി യാതൊരു അകലവും പാലിക്കാൻ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ ചിത്രമാണ്. നിങ്ങൾക്കതിനെ പരിശോധിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളുടെ നികുതി പണം, നമ്മൾ കൊടുക്കുന്ന പണം, ഓരോ പൗരനും നികുതി ഇനത്തിൽ, പല രീതിയിലുള്ള നികുതി ഇനത്തിൽ, വീടിന്റെ കരമായിട്ട്, വ്യവസായ സ്ഥാപനങ്ങളുടെ, അങ്ങനെ പല രീതിയിലുള്ള കരം നമ്മൾ കൊടുക്കുന്ന പണം പിരിച്ച് ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് നമ്മളെ സേവിക്കേണ്ടവർ തന്നെ വേല് തന്നെ വിളവ് തിന്നുന്നൊരവസ്ഥയാണ്. പിന്നീട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഈ നികുതി പിരിക്കുന്ന കാശ്, ഇത്രയും കാലം നികുതി പണം പിരിച്ചിട്ട് എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇതിന്റെ കണക്കാണ്. വിവരാവകാശം വെച്ചിട്ട് ഓരോന്നിനും പ്രത്യേകം സമയം ചെലവഴിച്ച് വിവരാവകാശം വെച്ച് എടുത്തിട്ടുള്ള ഡോക്യുമെന്റാണ്. ഇത് കൃത്യമായി എല്ലാ ജനങ്ങളിലും എത്തിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചായത്ത് പ്രവർത്തിക്കണമെങ്കിൽ ആ പഞ്ചായത്ത് പ്രവർത്തനത്തിന്റെ നിയമം അനുസരിച്ച് ഓരോ വാർഡുകളിൽ നിന്നും വാർഡ് മെമ്പർമാർ ഗുണഭോക്താക്കളെ കണ്ടെത്തി കൊടുക്കണം. 13ഓളം ഗുണഭോക്താക്കളുടെ ലിസ്റ്റുകളുണ്ട്. കൃഷി, വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ ഈ മേഖലകളിൽ നിന്നും ഒരു വാർഡിൽ നൈപുണ്യമുള്ള കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട്